കയറ്റത്താണ് ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, വണ്ടി പതിയെ മുന്നോട്ട് നീക്കുന്നു, വണ്ടി പതിയെ നിർത്തുന്നു. കണ്ടോ? അപ്പോൾ ഇത്ര സ്പീഡ് ചെയ്യണം. വണ്ടി പതിയെ മുന്നോട്ട് നീക്കുന്നു, പതിയെ നിർത്തുന്നു. കണ്ടോ? അപ്പോൾ നമുക്കിതേ പ്രോപ്പറായിട്ട് ഇതേ പതിയെ കയറ്റത്ത് നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് കോൺഫിഡൻറ്റ് കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാർക്ക് ഒരു വണ്ടി പതിയെ നിർത്തി മുന്നോട്ടെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് പല ആൾക്കാർക്കും. പ്രത്യേകിച്ച് ഒരു കയറ്റം വന്നു കഴിഞ്ഞാൽ ഒട്ടും പറ്റത്തില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളൊരു വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് മുന്നിലൊരു വണ്ടി, പിന്നിലൊരു വണ്ടി, മുന്നിൽ പോകുന്ന ഒരു വണ്ടി പതിയെ മുന്നോട്ടെടുക്കുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ വണ്ടി ഒന്ന് പതിയെ മുന്നോട്ടെടുത്ത് ആ മുന്നിൽ പോകുന്ന വണ്ടിക്ക് അനുയോജ്യമായിട്ട് നമ്മുടെ വണ്ടിയൊന്നും പെട്ടെന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിർത്തിയെടുക്കാനായിട്ട് പല ആൾക്കാർക്കും അറിയത്തില്ല. എന്നാൽ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ പഠിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അപ്പോൾ ഇതിന് ക്ലച്ച് കൺട്രോളിങ്ങും ഒപ്പം ആക്സിലറേറ്ററിൻ്റെ കൺട്രോളിങ്ങും പിന്നെ കൃത്യമായിട്ടുള്ള ടൈമിങ്ങിൽ വണ്ടി നിർത്താനായിട്ട് ക്ലച്ചും ബ്രേക്കും പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു മെത്തേഡൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. അതൊരു പ്രത്യേക ബാലൻസോടെ നമ്മൾ ഡ്രൈവിങ്ങിൽ ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതെങ്ങനെ ശരിയായ രീതിയിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം, അതൊരു നിരപ്പ് റോഡിലും കയറ്റത്തും നിങ്ങളെ ഞാൻ ചെയ്ത് കാണിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, വണ്ടി മുന്നോട്ട് എടുക്കുന്നു, പെട്ടെന്ന് നിർത്തുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു കയറ്റമാണ്. ഞാനിത് വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുക്കുന്നു, പെട്ടെന്ന് നിർത്തുന്നു. ചെറിയ കയറ്റത്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുക്കുന്നു, പെട്ടെന്ന് നിർത്തുന്നു. ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന തുടക്കക്കാർക്ക് ഈ ഒരു കാര്യം ഇത്രയും കൃത്യതയോടെ ചെയ്യാനായിട്ട് നിങ്ങളിൽ എത്ര പേർക്കറിയാം? എന്നാൽ ഇത് നമ്മൾ ഡ്രൈവിങ്ങിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വണ്ടിയുടെ മുന്നിലൊരു വണ്ടി, ഇത്തരത്തിലൊരു മുന്നിലൊരു വണ്ടി ഉണ്ടെന്ന് കരുതുക. മുന്നിൽ പോകുന്ന വണ്ടി ഒന്ന് നിർത്തിയെടുക്കുന്നു, മുന്നിൽ നല്ല രീതിയിലുള്ള ഒരു തിരക്ക് വരുന്നു. അങ്ങനെയുള്ള അവസരങ്ങളിൽ കയറ്റത്ത് നമുക്ക് എങ്ങനെ ഒരു വണ്ടി ഇതുപോലെ നിർത്തി മുന്നോട്ടെടുക്കാം? നിങ്ങൾ നോക്കുക, ഇതേ പതുക്കെ നിർത്തി ഞാൻ മുന്നോട്ടെടുക്കുകയാണ്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരു നിരപ്പ് റോഡിൽ എങ്ങനെ വണ്ടി നമുക്ക് പതിയെ നിർത്തി മുന്നോട്ടെടുക്കാം. അതിനുശേഷം എങ്ങനെ ഒരു കയറ്റത്ത് നമുക്ക് വണ്ടിയെ പതിയെ നിർത്തി മുന്നോട്ടെടുക്കാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ആദ്യമായിട്ട് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു. ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിരപ്പ് റോഡിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നതിൽ തെറ്റില്ല. കാരണം വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തിയെടുക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെഡലിൽ വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പറായിട്ട് വരിക. അപ്പോൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ വണ്ടി പതിയെ റൺ ചെയ്ത് തുടങ്ങും. ആ സമയത്ത് നമ്മളിവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ച് നയിച്ച് വണ്ടി മുന്നോട്ട് എടുക്കുക. അതിനുശേഷം നിർത്താൻ നേരത്ത് ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയെ പെട്ടെന്ന് നിർത്തിയെടുക്കാൻ കഴിയും. നിങ്ങളെ ഞാൻ കാണിക്കാം. ആദ്യം ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ പെഡലിൽ വരിക. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതിയെ വരുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ ലൈറ്റായിട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് പതിയെ വണ്ടി ഇങ്ങനെ മുന്നോട്ട് മൂവ് ആക്കാം. എന്നിട്ട് നിർത്താൻ നേരത്ത് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ക്ലച്ച് ചവിട്ടി താഴ്ത്തിട്ട് ബ്രേക്കിൽ പെഡലിൽ നിന്ന്, അതായത് ആക്സിലറേഷൻ പെഡലിൽ നിന്ന് മെല്ലെ ബ്രേക്ക് പെഡലിലേക്ക് വരിക. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ ഒരു വണ്ടിയെ ഒരു നിരപ്പ് റോഡിൽ നിർത്തിയെടുക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ വരുമ്പോൾ ഇത് കൃത്യമായിട്ട് ചെയ്യേണ്ടി വരും. കാരണം ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കണം, റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നിർത്തിയെടുക്കേണ്ടി വരും. അപ്പോൾ എങ്ങനെ ചെയ്യണം? നിങ്ങൾ ഈ മെത്തേഡ് തന്നെ നോക്കുക. അതായത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, നമ്മൾ ആക്സിലറേഷൻ പെഡലേ വരുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പ്രോപ്പറായിട്ട് നമ്മൾ കാലയച്ച് വരുന്നു. എന്നിട്ട് ലൈറ്റായിട്ട് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുക്കുക. ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയച്ചെടുക്കുക. അപ്പോൾ വണ്ടി ഇങ്ങനെ വന്നു. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നി ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടാവും ലെഫ്റ്റും റൈറ്റും നോക്കിയിട്ട് ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ, പ്രത്യേകിച്ച് ഒരു തിരക്കുള്ള റോഡിലൊക്കെ നമുക്ക് എടുക്കേണ്ടി വരും. നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയച്ചിട്ട് ഇതേ വണ്ടി എടുക്കുന്നു. ഇപ്പോൾ നമ്മളിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് തിരിയാണ്. ഇനി നിങ്ങൾ നോക്കുക, ഇവിടെ ഒരു കയറ്റമാണ്. അപ്പോൾ ഈ കയറ്റത്ത് ഇനി എങ്ങനെ എടുക്കാമെന്നുള്ളത് നോക്കുക. ഇപ്പോൾ നിരപ്പത്ത് എടുത്ത സമയത്ത് നമുക്ക് ഈസിയാണ്, സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് കഴിയും. പക്ഷെങ്കിൽ ഒരു കയറ്റത്ത് വണ്ടി പതിയെ
നിർത്തി മുന്നോട്ട് എടുക്കുക എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല, ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം, നിങ്ങൾ നോക്കുക. എൻ്റെ കാര്യം ഇതേ ക്ലച്ചിലും ബ്രേക്കിലും വന്നു, ഞാനിവിടെ വണ്ടി നിർത്തി. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ടൊരു വണ്ടി ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ എനിക്ക് എൻ്റെ വണ്ടി പതിയെ മുന്നോട്ട് എടുക്കണം. മുന്നിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് നിർത്തിയാൽ എനിക്ക് പെട്ടെന്ന് നിർത്തണം. നിങ്ങൾ നോക്കുക, അതിന് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാനേ പാടില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. കാരണം ഒരു വണ്ടി മുന്നിലുള്ള ഒരു വണ്ടി പെട്ടെന്ന് മുന്നോട്ട് എടുക്കുന്നു, പെട്ടെന്ന് നിർത്തുന്നു. അപ്പോൾ നമ്മൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ പുറകിൽ നിന്ന് വരുന്ന വണ്ടികൾ ഹോൺ അടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ബ്രേക്കിൽ ചവിട്ടി പിടിക്കുക. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. അതായത് വണ്ടി മുന്നോട്ട് പോകുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ്. അപ്പം നമുക്ക് വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ, വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ഒരു പോയിന്റ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഇപ്പോൾ ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വണ്ടിയായി. ഇനി ഈ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് പതിയെ കാലയച്ച് നോക്കുക. കാലയക്കുന്ന സമയത്ത് വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നില്ല എന്ന ആ പോയിന്റാണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഇപ്പം കറക്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ഇപ്പം വണ്ടി ബാക്കിലേക്ക് പോകുന്നില്ല. ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ ലൈറ്റായിട്ട് ഇനി മുന്നോട്ട് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക. അപ്പോൾ ആക്സിലറേഷൻ കൊടുക്കുമ്പം നിരപ്പത്തെടുത്ത പോലെ ചെറുതല്ല കൊടുക്കുന്നത്, കുറച്ച് കൂടുതലായിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ പതിയെ മുന്നോട്ട് മൂവായി. ഇനി വണ്ടി കയറ്റത്ത് നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? അപ്പോൾ നമുക്ക് വണ്ടിയെ നിർത്താൻ കഴിഞ്ഞു. ഇനി അത് നിങ്ങൾ ഒന്നും കൂടെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ബ്രേക്ക് കാല് വെക്കുക, എടുത്ത് മാറ്റരുത്. ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പ്രോപ്പർ പോയിന്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് പതിയെ കാലൊന്ന് അയക്കുക. അപ്പോൾ വണ്ടി ബാക്കിലേക്ക് റോൾ ആകുന്നുണ്ടോ ഇല്ലയോ എന്നറിയാം. ആ ഒരു സമയത്ത് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് ഇങ്ങനെ കൊടുക്കുക. കൊടുത്ത് പിടിച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ നമുക്ക് വണ്ടി ഇതുപോലെ പതിയെ മുന്നോട്ട് നീക്കാം. ഇനി പെട്ടെന്ന് നിർത്തണമെങ്കിൽ ആദ്യം ക്ലച്ച് ഔട്ടുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക. ഓക്കെ, വീണ്ടും ഞാൻ പെട്ടെന്ന് എടുത്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു, ദേ വണ്ടി പതിയെ മുന്നോട്ടാക്കുന്നു. കണ്ടോ? വണ്ടി നിർത്തുന്നു. കയറ്റത്താണ് ചെയ്യുന്നത്, നിങ്ങൾ നോക്കുക. വണ്ടി പതിയെ മുന്നോട്ട് നീക്കുന്നു, വണ്ടി പതിയെ നിർത്തുന്നു. കണ്ടോ? അപ്പോൾ ഇത്ര സ്പീഡ് ചെയ്യണം. വണ്ടി പതിയെ മുന്നോട്ട് നീക്കുന്നു, പതിയെ നിർത്തുന്നു. കണ്ടോ? അപ്പോൾ നമുക്കിതേ പ്രോപ്പറായിട്ട് ഇതേ പതിയെ കയറ്റത്ത് നമുക്ക് ഓടിക്കാൻ കഴിയും. അപ്പോൾ ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ ഒരുപാട് കോൺഫിഡൻറ്റ് കൂടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം ഇത് ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കൊരു വണ്ടി ഒരു ജംഗ്ഷനിലോ എവിടെ വേണേലും പതിയെ വണ്ടി നിർത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനൊരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ റിവേഴ്സ് കയറ്റി തിരിക്കണം. ഇവിടെ നമുക്ക് നിർത്തിയെടുക്കേണ്ട ഒരു സാഹചര്യമാണ് വരുന്നത്. കാരണം കയറ്റത്തോട്ട് വണ്ടി റിവേഴ്സ് കയറ്റിയാണ് ഞാൻ തിരിക്കാൻ പോകുന്നത്. നിങ്ങൾ നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ റിവേഴ്സ് ഗിയർ ഇട്ടിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്ത ആ മെത്തേഡ് ഒന്നും കൂടെ ചെയ്താൽ മതി. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ദേ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു. ഇത് മെല്ലെ നിങ്ങൾ നോക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ബ്രേക്ക് പ്രോപ്പറായിട്ട് ചവിട്ടി പിടിക്കുന്നു. അതിനുശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. കയറ്റത്തോട്ടാണ് റിവേഴ്സ് എടുക്കുന്നത്. നിങ്ങൾ നോക്കുക, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നു. അപ്പോൾ വണ്ടി മുന്നോട്ട് ഉരുണ്ട് പോകത്തില്ല. എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ക്ലച്ചേ നയിക്കുകയാണ്. അതെ, അയച്ച് നമ്മൾ ഈ കയറ്റത്തിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് വണ്ടി ഇങ്ങനെ കയറുവാണ്. ഇനി വണ്ടി നിർത്തണമെങ്കിൽ ആദ്യം ക്ലച്ച് ഔട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? ഇനി വീണ്ടും ബാക്കിലേക്ക് എടുക്കണോ, ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു, എന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു. പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാകുമ്പോൾ വണ്ടി ഫ്രണ്ടിലേക്ക് റണ്ണാകില്ല. നിങ്ങൾ നോക്കിയാൽ ഇപ്പം വണ്ടി ഫ്രണ്ടിലേക്ക് ചാടുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർ പോയിന്റ് വന്നില്ല. ഇപ്പോൾ പ്രോപ്പർ പോയിന്റ് വന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുന്നു. ഇനി വണ്ടി നിർത്തണമെന്ന് തോന്നിയാലോ ക്ലച്ച് ഔട്ടുക, എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? അപ്പോൾ ഇത് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇത് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ഡ്രൈവിംഗ് ഏറ്റവും മികച്ചതാക്കാനായിട്ട് ഇത് സഹായകരമാകുന്നതാണ്. ഇതൊക്കെ ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇത് സാധാരണ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതുപോലെ നമുക്ക് കയറ്റങ്ങളിൽ എടുക്കാൻ, ഒരു ജംഗ്ഷനിൽ നമ്മളൊരു തിരക്കുള്ള ജംഗ്ഷനിൽ നിന്ന് വണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ ഒരു ട്രാഫിക്കിൽ നമുക്ക് വണ്ടി ഓടിച്ചു പോകുന്ന സന്ദർഭങ്ങളിൽ, പെട്ടെന്നൊരു ഘോഷയാത്ര പോലെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ നമുക്കിത് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളിത് ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ടൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.